ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് തൃശ്ശൂർ ജില്ലയിൽ പെരുമ്പിലാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടോ. പെരുമ്പിലാവിൽ അൻസാർ സ്കൂളുള്ളത് ഇന്നിവിടെ ഒരു ചരിത്ര നേട്ടം സൃഷ്ടിച്ചിരിക്കുകയാണ്. 5100-ൽ പരം കുട്ടികളടങ്ങുന്ന ഇന്ത്യയുടെ ഭൂപടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് മനുഷ്യനിർമ്മിത ഭൂപടം ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ഈ ഒരു സ്കൂളിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ്. വേൾഡ് റെക്കോർഡാണ് കിട്ടിയിരിക്കുന്നത്. പേരെന്ന് പറയാം. എൻ്റെ പേര് ഗിന്നസ് സത്താറാദൂര്. അപ്പോൾ ഇന്നൊരു ചരിത്ര നിമിഷമാണ് ഈ സ്കൂളിൽ അല്ലേ? എല്ലാവരും ആദ്യം പേരെന്ന് പറയാം. എൻ്റെ പേര് ഷൈനി ഹംസ. ഞാൻ അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. പേരെന്ന് പറയാം. ഞാൻ സാജിദ റസാഖ്, അൻസാർ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ആണ്. ഞാൻ അസിസ്റ്റ് ടി പി ആക്ടിവിറ്റി കോർഡിനേറ്ററാണ്, ടീച്ചറാണ്. അതെ, നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്, സുഹൃത്താണ്. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ ഒരു വേൾഡ് റെക്കോർഡാണ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകത്തിന് ഇന്നേ വരെ ഇതുപോലൊരു ഇന്ത്യൻ നിർമ്മിത ഭൂപടം ഇത്രയും ആളുകൾ അടങ്ങുന്നത് സൃഷ്ടിച്ചിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, 2018 സെപ്റ്റംബറിൽ റുമേനിയയുടെ ഭൂപടം ചെയ്തതാണ്. നിലവിൽ 4807 പേരുടെ റെക്കോർഡാണ് നിലവിൽ ലോകത്തെ വേൾഡ് റെക്കോർഡായിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഇവിടെ അൻസാർ സ്കൂളിലെ വിദ്യാർത്ഥികളും ടീച്ചേഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ റുമേനിയയുടെ ഭൂപടം അത്ര മനോഹരമല്ല, പക്ഷേ ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയുന്നത് മനോഹരമായ ഒരു ഷേപ്പാണ്. അവിടെ ഒരു മനുഷ്യ ഭൂപടം നിർമ്മിച്ച് 5112 പേരാണ് അതിൻ്റെ ഭാഗമായത്. അങ്ങനെ ലാർജസ്റ്റ് ഹ്യൂമൻ ഇമേജ് ഓഫ് ഇന്ത്യാസ് മാപ്പ് കാറ്റഗറിയിൽ മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ടാലൻറ്റ് റെക്കോർഡ് ബുക്കിൻ്റെ വേൾഡ് റെക്കോർഡാണ് നേടിയിരിക്കുന്നത്. തകർത്തിരിക്കുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. നമ്മുടെ ഒരു കേരളത്തിൻ്റെ അഭിമാന നിമിഷങ്ങളാണ്. ആ ഒരു അഭിമാന നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ഒരു 40-ലേറെ വർഷം പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ്. നമുക്ക് 5000-ൽ പരം വിദ്യാർത്ഥികൾ തന്നെയുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരു ഇന്ത്യയുടെ മാപ്പിൽ ഒന്നിച്ച് ചേർക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ചരിത്ര നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ അഭിമാനമുണ്ട്. നമ്മുടെ കുട്ടികളും പാരൻസും ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാവരും ചേർന്ന് നിർമ്മിച്ച ഈ ഇന്ത്യയുടെ ഭൂപടം ഒരു വേൾഡ് റെക്കോർഡായി മാറുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം നമ്മുടെ കുട്ടികൾ ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ അവരെ കൊണ്ടാവുന്നത് ചെയ്യും. അവരുടെ ഈ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്കും അതുപോലെ ഉന്നതിക്കും വേണ്ടി അവരതിനാകുന്നത് ചെയ്യുമെന്നൊരു പ്രതിജ്ഞ എടുത്തു. അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് വളരെ അഭിമാനമുണ്ട്. ശരിക്കും എത്ര കുട്ടികളുണ്ട് മാഷ് ഇവിടെ ഈ സ്കൂളിൽ? 5112 കുട്ടികളാണ് ഇപ്പൊ നിലവിലുള്ളത്. എത്ര വർഷമായിട്ടുണ്ട് ഈ ഒരു സ്കൂള്? ഈ സ്കൂള് 43 വർഷം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഇന്ത്യയുടെ ഭൂപടം ഇത്രയും 5100-ൽ പരം കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇന്ത്യയുടെ ഭൂപടം വേറെ എവിടെയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഭൂപടം മഹാരാഷ്ട്രയിൽ മുമ്പ് സൃഷ്ടിച്ചിരുന്നു. പക്ഷെ അത് ഒന്ന് ഇത്ര ആളുകളില്ല, രണ്ടാമത് അതിന്റെ ഷേപ്പ്, ഇതില് ഭൂപടം നമ്മൾ വരയ്ക്കുമ്പോൾ അത് മനോഹരമായിട്ട് വരക്കണം. ഇവിടെ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു സ്ക്വയർ ഫീറ്റിൽ എത്ര കുട്ടികൾ നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു അനുമാനം എടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ ഭൂപടം ഇവിടുത്തെ നൗഫാൻ്റെ നേതൃത്വത്തിലുള്ള ചിത്രകലാ അധ്യാപകന്മാരെടുത്തത്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ സന്ദർശിച്ചിരുന്നു. തുടക്കത്തിൽ ഒരു 100 കുട്ടികളെ നിർത്തി എത്ര സ്ക്വയർ ഫീറ്റ് വരും, അങ്ങനെ ഇന്ത്യയുടെ മാപ്പ് ഡിജിറ്റൽ ചെയ്തുകൊണ്ട് അതിലേക്ക് 5100 കുട്ടികളെ എങ്ങനെ ഉൾക്കൊള്ളിക്കാമെന്നുള്ള കൃത്യമായ ഒരു മാത്തമാറ്റിക്സ് ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും മനോഹരമായ വിഷ്വൽ ബ്യൂട്ടി വന്നത്. മറിച്ച് അല്ലെങ്കിൽ നമുക്കിതിൻ്റെ പൂർണ്ണതയിൽ വലിയ മാറ്റം വരും. സ്കൂളാണിത്. അതേസമയം അൻസാറിന്റെ കോളേജ് അല്ല, സ്കൂളിലെ കുട്ടികൾ മാത്രമാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നമ്മുടെ അഭിമാന നിമിഷങ്ങളാണ്. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.